എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പോളിസി ഡോക്യുമെൻ്റ് ആണ്. കുറച്ച് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേക്ക് പോളിസിയാണിത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഓഫീസുകൾ ഇത്തരം ഓൺലൈൻ പോളിസികൾക്ക് സർവീസ് നൽകാത്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു കമ്പനി വെബ്സൈറ്റിനോ ഓൺലൈൻ വെബ്സൈറ്റിനോ എന്തിന് ഒരു സാധാരണ ഏജന്റിന് പോലും ലഭിക്കാത്ത ഒന്നാണ്. 80% പോളിസികൾക്കും ആരുടെയും ആവശ്യമില്ല. പക്ഷെ ബാക്കി 20% അത് നിങ്ങൾ തീരുമാനിക്കണം. പലപ്പോഴും കസ്റ്റമറോട് മണിക്കൂറുകളോളം സംസാരിച്ച് ബ്രോഷറും ഓർഡിങ്സും അതുപോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും പ്രീമിയവും എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കസ്റ്റമർ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. സാറേ, ഞാനിത് ഓൺലൈനിൽ നോക്കിയപ്പോൾ അവിടെ 5% കുറവുണ്ടല്ലോ, അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപ ഓൺലൈനിൽ കുറവുണ്ടല്ലോ എന്ന്. ചില കസ്റ്റമേഴ്സ് ഓൺലൈനിൽ പ്രീമിയം എല്ലാം നോക്കിയതിന് ശേഷമായിരിക്കും ഏജന്റിനെ വിളിക്കുന്നത്. കാരണം അവർക്ക് പോളിസിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ അതൊരു ഏജന്റിൽ നിന്ന് മാത്രമേ കഴിയാറുള്ളൂ. ഇത്തരം ചോദ്യങ്ങൾ ആളുകൾ കൂടുതലും ചോദിച്ചു തുടങ്ങിയത് പാൻഡമിക് സിറ്റുവേഷന് ശേഷമാണ്. കാരണം അതിനുശേഷമാണല്ലോ ആളുകൾ കൂടുതലായി ഓൺലൈൻ ഉപയോഗിച്ചു തുടങ്ങിയത്. ഇത്തരം എൻക്വയറി നടത്തിയതിനു ശേഷം പോളിസി എടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓൺലൈൻ വെബ്സൈറ്റിലൂടെ പോളിസി എടുക്കുമ്പോഴുള്ള ഗുണങ്ങൾ, ദോഷങ്ങൾ, പ്രീമിയം കുറയുമ്പോഴുള്ള ദോഷവശങ്ങൾ, ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന വ്യാജ പോളിസികൾ എന്നിവയെക്കുറിച്ചെല്ലാമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിജോ വർഗീസ്. കഴിഞ്ഞ 20 വർഷമായി ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയുമായി ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നു. ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നും, ഞാനൊരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് അല്ലേ, അപ്പോൾ ഞാൻ ഓൺലൈൻ പോളിസികളെ മോശമാക്കിയല്ലേ ചിത്രീകരിക്കുകയുള്ളൂ എന്ന്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ 1-2 ഓൺലൈനിലൂടെ പോളിസി എടുക്കുന്ന നിങ്ങൾക്കാണോ അതോ 10,000-10,000 പോളിസികൾ നൽകുന്ന ഞങ്ങൾക്കാണോ ഓൺലൈൻ വെബ്സൈറ്റുകൾ കൂടുതൽ പരിഗണന നൽകുക? തീർച്ചയായും ഞങ്ങൾക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഓൺലൈൻ വെബ്സൈറ്റിലൂടെയെല്ലാം ഞങ്ങളും വിവിധ തരത്തിൽ പാർട്ണർഷിപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 20-25 കമ്പനികൾ ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു പ്രധാന ചോദ്യം, നിങ്ങൾ പോളിസി എടുക്കേണ്ടത് ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നാണോ അതോ ഒരു ഇൻഷുറൻസ് അഡ്വൈസർ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിൽ നിന്നാണോ? അതാണ് ഇന്നത്തെ പ്രസക്തമായ ചോദ്യം. പോളിസി എടുക്കേണ്ടത് ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നോ അതോ ഒരു ഏജന്റിൽ നിന്നോ എന്നത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു നല്ല അഡ്വൈസർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം. അദ്ദേഹം നല്ല നോളജ് ഉള്ള ആളായിരിക്കും, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്തു തരുന്ന ആളായിരിക്കും, അതുപോലെ തന്നെ നല്ല സർവീസും തരുന്ന ആളായിരിക്കും. അവ നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ കഴിയും. കാരണം ഈ വീഡിയോ കാണുന്ന 80% ആളുകളും ഓൺലൈനിൽ പോളിസി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഏജന്റായിട്ട് നിങ്ങൾ ഈ പോളിസിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു പോളിസിയെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഓൺലൈൻ വെബ്സൈറ്റിലൂടെ കഴിയുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഒരു ഏജന്റിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റിന്റെ വിവരങ്ങൾ മാത്രമല്ല അദ്ദേഹം നൽകുന്നത്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൂടിയാണ്. ആദ്യം തന്നെ നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റിലൂടെ പോളിസി എടുത്താലുള്ള ഗുണവശങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു ഏജന്റിന്റെ പക്കൽ നിന്നും പോളിസി എടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഓൺലൈൻ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് പോളിസി ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഉപകാരമാണോ അതോ ഉപദ്രവമാണോ എന്ന് ദോഷവശങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. രണ്ടാമത്തെ പ്രധാന ഗുണം പ്രീമിയത്തിലെ ഇളവാണ്. ഇത് സാധാരണഗതിയിൽ 5% അല്ലെങ്കിൽ 10% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഇതാണ് പലരും ഏജന്റിനെ വിട്ട് ഓൺലൈനിലേക്ക് തിരിയുന്നതിന്റെ പ്രധാന കാരണം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ 5% അല്ലെങ്കിൽ 10% എന്ന ഡിസ്കൗണ്ട് ഈ വർഷം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ പോളിസി എടുക്കുന്ന വർഷം മാത്രം. അതിനുശേഷം നിങ്ങൾ യഥാർത്ഥ പ്രീമിയം തന്നെ അടയ്ക്കേണ്ടി വരും. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഒരാളും നിങ്ങൾക്ക് 10 രൂപ വെറുതെ തരികയില്ല. അല്ലെങ്കിൽ നിങ്ങൾ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവുമില്ലാതെ നിങ്ങൾ ഒരു 10 രൂപ വേറൊരാൾക്ക് കൊടുക്കുമോ? മൂന്നാമത്തെ കാരണം, വിവിധ കമ്പനികളിലെ പ്രീമിയം കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രീമിയം തിരഞ്ഞെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. നാലാമത്തെ കാരണം, നിങ്ങളുടെ കൺമുൻപിൽ എല്ലാം കാണാം എന്നുള്ളതാണ്. അതായത് ഒരു ഏജന്റ് ചിലപ്പോൾ നിങ്ങളെ ചതിച്ചേക്കാം, എന്നാൽ ഓൺലൈൻ വെബ്സൈറ്റിലാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കണ്ട് മനസ്സിലാക്കി തന്നെ എടുക്കാം എന്നുള്ള ചിന്ത. ഇവയെക്കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നുണ്ട്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഒരു ഫോൺ വാങ്ങുന്നത് പോലെയല്ല ഓൺലൈൻ വെബ്സൈറ്റിലൂടെ ഒരു ഇൻഷുറൻസ് വാങ്ങുന്നത്. നിങ്ങൾ സാധാരണ ഒരു ഫോൺ എങ്ങനെയാണ് വാങ്ങുന്നത്? ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾ തിരഞ്ഞെടുക്കും, ചിലപ്പോൾ കടയിൽ പോയി അതിന്റെ വില അന്വേഷിക്കും, അതിനുശേഷം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതിന്റെ വില നോക്കും. എവിടെയാണോ കുറവ് ആ ഫോൺ നിങ്ങൾ വാങ്ങും. ഇവിടെ നിങ്ങൾ വാങ്ങിയത് കറക്റ്റ് തന്നെയാണ്. കാരണം ഇത്തരം ഫോണുകൾക്ക് MRP ആണ്, അതായത് മാക്സിമം റീറ്റെയിൽ പ്രൈസ്. കാരണം നമുക്കറിയാം 40,000 രൂപ MRP ഉള്ള ഒരു ഫോണിന് 30,000-ഓ 35,000-ഓ രൂപ മാത്രമേ വില വരികയുള്ളൂ എന്ന്. ഈ അവബോധത്തോടു കൂടി തന്നെയാണ് ആളുകൾ ഓൺലൈൻ ഇൻഷുറൻസും വാങ്ങുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, MRP അല്ല ഇവിടെ വരുന്നത്. കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ആ പ്രോഡക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ഇല്ല, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഉള്ളത്, എത്രയാണ് പ്രീമിയം എന്നിവയെല്ലാം IRDA, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ,
വിശകലനം ചെയ്തതിന് ശേഷമായിരിക്കും ഒരു പോളിസി വിപണിയിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ എല്ലാം പ്രീമിയം ഒരേ പ്രീമിയം തന്നെയായിരിക്കും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയുടെ അടുത്ത് നിന്ന് പോളിസി എടുത്താലും ബിയുടെ അടുത്ത് നിന്ന് പോളിസി എടുത്താലും സിയുടെ അടുത്ത് നിന്ന് പോളിസി എടുത്താലും ഒരേ പ്രീമിയം തന്നെയായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, പിന്നെ എങ്ങനെയാണ് ഓൺലൈൻ വെബ്സൈറ്റിൽ ഇത്രയധികം ഡിസ്കൗണ്ട് ലഭിക്കുന്നതെന്ന്. പേടിക്കേണ്ട, അതേക്കുറിച്ച് ഞാൻ വിശദമാക്കി തന്നെ പറഞ്ഞു തരാം. ഇനി നമുക്ക് ഒരു ഏജന്റ് മുഖേന പോളിസി എടുക്കുമ്പോഴുള്ള ഗുണങ്ങളും ദോഷങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ പോളിസികളിലെ ചതിക്കുഴികളും ഒന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് നെഗറ്റീവിൽ നിന്നും തുടങ്ങാം. ഒരു ഏജന്റിൽ നിന്നും പോളിസി എടുക്കുമ്പോൾ എന്തെല്ലാം ദോഷവശങ്ങളുണ്ടെന്നും ആ ദോഷവശങ്ങൾ എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്നും ആദ്യം തന്നെ ഞാൻ പറയാം. നിങ്ങളുടെ ആ മറികടക്കലാണ് ഒരു ഏജന്റിൽ നിന്നും പോളിസി എടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ. ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിൽ നിന്നും നിങ്ങൾ പോളിസി എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അദ്ദേഹം എത്ര കമ്പനികളുമായി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മെയിൻ ബിസിനസ് ആണോ ഇത്, അതോ ഇതൊരു പാർട്ട് ടൈം ജോലിയാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കുക. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അദ്ദേഹം ചെയ്യുന്ന ജോലി വളരെ കൃത്യമായും ഈസിയായും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോളിസി എടുക്കുന്ന ഏജന്റ് എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യമാണ് കമ്പനി എന്നുള്ളത്. ഒരു കമ്പനി മാത്രം ചെയ്യുന്ന ഒരു ഏജന്റിനെയാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ അദ്ദേഹം പറയുന്ന പോളിസി അല്ലെങ്കിൽ ആ കമ്പനി മാത്രമാണ് മികച്ചതെന്ന് വരുത്തി തീർക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു പക്ഷേ തെറ്റായ പോളിസിയിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചില ആളുകൾ അദ്ദേഹത്തിന്റെ ഒരു സൈഡ് ബിസിനസ് ആയിട്ടായിരിക്കും ഇൻഷുറൻസ് ജോലിയെ കണ്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് ലഭിക്കേണ്ട സർവീസിനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. ഞാനൊരു മുഴുനീള ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ്. ഒരു ദിവസത്തിൽ ഏകദേശം 14ഓളം മണിക്കൂർ ഞാൻ ഇതിനായി നീക്കി വെക്കാറുണ്ട്. എന്നിട്ട് പോലും എനിക്ക് പലപ്പോഴും ചിലയിടത്ത് എത്തിപ്പെടാൻ പറ്റാറില്ല. അപ്പോൾ മറ്റൊരു ജോലി ചെയ്യുന്ന വ്യക്തി ഇത് സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കസ്റ്റമർക്ക് സർവീസ് നൽകണമെന്ന് വിചാരിച്ചാൽ പോലും പലപ്പോഴും സാധിക്കില്ല. ഞാൻ കുറഞ്ഞത് ഒരു ദിവസം 50 കസ്റ്റമറെങ്കിലും കാണാറുണ്ട്. ഈ കാണുന്ന കസ്റ്റമറിൽ ചിലരെങ്കിലും പറയാറുണ്ട് മുൻപ് ഏജന്റ് പറ്റിച്ചതോ അല്ലെങ്കിൽ സർവീസ് നൽകാതിരുന്നതോ ആയ കഥകൾ. കഥ പറഞ്ഞു വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഏജന്റ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോ ബന്ധുവോ അല്ലെങ്കിൽ നാട്ടുകാരനോ അയൽക്കാരനോ ഒക്കെ ആയിരിക്കും. പറഞ്ഞു വന്നപ്പോൾ ഇതായിരിക്കും: പരിചയം വെച്ച് വീട്ടിൽ വന്നു, ഒരു പോളിസി പറഞ്ഞു, പൈസ കൊടുത്തു, പോളിസി വാങ്ങി ഷെൽഫിൽ വെച്ചു. പിന്നീട് എന്ത് സംഭവിക്കും? സർവീസും ഉണ്ടാവില്ല, നിങ്ങൾ വിളിച്ചാൽ ഫോണും എടുക്കില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പരിചയത്തിന്റെ പുറത്തെടുക്കേണ്ട ഒന്നല്ല ഇൻഷുറൻസ് എന്നുള്ളത്. അതിന് നിങ്ങൾക്കൊരു ആവശ്യകത ഉണ്ടായിരിക്കണം. എന്ന് കരുതി പരിചയമുള്ളവരുടെ ആരുടെയും കയ്യിൽ നിന്ന് പോളിസി എടുക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. പലരുടെയും അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഒരു മികച്ച ഏജന്റ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിൽ നിന്നും പോളിസി എടുത്താലുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ പോളിസിയിലെ ദോഷവശങ്ങളും മനസ്സിലാക്കാം. ഇത് ഞാനൊരു ഓർഡർ ആയിട്ടൊന്നും അല്ല പറയുന്നത്, മിക്സ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ആഫ്റ്റർ സർവീസ്. നിങ്ങൾ മറ്റുള്ള പ്രോഡക്റ്റുകൾ ഓൺലൈനിലൂടെ വാങ്ങുന്നത് പോലെയല്ല. ഇൻഷുറൻസിന് വളരെയധികം സർവീസ് ആവശ്യമാണ്. എല്ലാ വർഷവും നിങ്ങൾക്ക് സർവീസ് ആവശ്യമാണ്. കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് സർവീസ് ആവശ്യമാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ. ഇതൊരിക്കലും നിങ്ങൾക്ക് ഓൺലൈൻ വെബ്സൈറ്റിലൂടെ ലഭിക്കുന്നതല്ല. നിങ്ങളുടെ പ്രധാന കൂട്ടാളി എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ആയിരിക്കും. നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിലോ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ നേരിടുന്ന കാലതാമസത്തെക്കുറിച്ച്. ഹെൽത്ത് ഇൻഷുറൻസിൽ 70% അല്ലെങ്കിൽ 80% ക്ലെയിമും ആരുടെയും സഹായമില്ലാതെ തന്നെ പാസ്സാവുന്നതാണ്. അവിടെ ഞാൻ വേണമെന്നോ കമ്പനി വേണമെന്നോ മാനേജർ വേണമെന്നോ ആര് വേണമെന്നുമുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷേ 20% അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലെയിം പ്രോസസ് ഡിലേ, ക്ലെയിം റിജക്ഷൻ, ക്യാഷ്ലെസ് റിജക്ഷൻ, റീഇംബേഴ്സ്മെന്റ് റിജക്ഷൻ എന്നിങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കമ്പനിയുടെ ഗ്രീവൻസിലും അല്ലെങ്കിൽ ഓംബുഡ്സ്മാനിലും പരാതി നൽകേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇത്തരമൊരു അവസരത്തിൽ ഒരു ഏജന്റിന്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് നമ്മുടെ പ്രധാന ഡിസ്കഷൻ ടോപ്പിക്കായ ഓൺലൈൻ പോളിസിയുടെ ഡിസ്കൗണ്ട്. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ആളുകൾ ഓൺലൈൻ പോളിസിയിലേക്ക് തിരിയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഒരിക്കൽ കൂടി പറയുന്നു. ഫോണിന്റെ MRP പോലെയല്ല ഇൻഷുറൻസിന്റെ പ്രൈസ് എന്നുള്ളത്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ആദ്യ വർഷം മാത്രമാണ് ലഭിക്കുകയുള്ളൂ. തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇനി എങ്ങനെയാണ് ഈ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു കോർപ്പറേറ്റ് കമ്പനി പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നതിന് അവിടെ ഓഫീസ് വേണം, സ്റ്റാഫുകൾ വേണം, അതിന്റെ റെന്റ്, കറണ്ട്, അങ്ങനെ എക്സ്പെൻസുകൾ വളരെയധികമുണ്ട്. എന്നാൽ നിങ്ങൾ ഓൺലൈനിലൂടെ നിങ്ങൾ തന്നെയാണ് പോളിസി എടുക്കുന്നതെങ്കിൽ ഈ ചിലവുകളെല്ലാം കുറയ്ക്കാൻ കമ്പനിക്ക് കഴിയുന്നതാണ്. കാരണം ഇവിടെ വിവരങ്ങളെല്ലാം ടൈപ്പ് ചെയ്യുന്നത് നിങ്ങളാണ്. ആ ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഇൻവെർട്ടർ കോമയാണ്. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഈ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. ഇപ്പോഴും ചിലർക്കെങ്കിലും സംശയം തോന്നാം, ചില പോളിസികളിൽ 5% അല്ലല്ലോ, അതിലും കൂടുതൽ ഡിസ്കൗണ്ട് കാണാറുണ്ടല്ലോ എന്ന്. അതെന്താണെന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് ആദ്യം ഞാൻ പറഞ്ഞ ടൈപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യം ഒന്ന് പറഞ്ഞു തരാം. അതിനായി ഞാനൊരു ഉദാഹരണം പറയാം.
നമുക്ക് പനി വന്നിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഡോക്ടറെ കാണാതെ തന്നെ പാരാസിറ്റമോൾ എന്ന ഗുളിക കഴിക്കാറുണ്ട്. കാരണം നമുക്കറിയാം, ഒരു ഡോക്ടറെ കണ്ടാലും അദ്ദേഹം തരുന്നത് പാരാസിറ്റമോൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 80% പനിയും നമ്മുടെ മാറുന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഡോക്ടർ തരുന്നത് പാരാസിറ്റമോൾ തന്നെയാണ്, എന്നാൽ പാരാസിറ്റമോളിന്റെ ഒപ്പം ചിലപ്പോൾ 1-2 ഗുളികകൾ കൂടി എക്സ്ട്രാ തരാറുണ്ട്. മാത്രമല്ല, ആ ഗുളിക കഴിക്കേണ്ട MGയും ദിവസവും അദ്ദേഹം തന്നെ പറയും. ഇതോടൊപ്പം ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷനും വേണ്ടി വരാം. ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിക്കുന്നത്? അദ്ദേഹം വർഷങ്ങളോളം മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ചതുകൊണ്ടും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ടുമാണത്. ഈ ഉദാഹരണം കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിക്കാണും നമ്മുടെ ടോപ്പിക്കും ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. ബന്ധമുണ്ട്. അതാണ് പ്രപ്പോസൽ ഫോം. വളരെ സത്യസന്ധമായും കൃത്യമായും ഫിൽ ചെയ്യേണ്ട ഒരു ഏരിയയാണ് പ്രപ്പോസൽ ഫോം എന്നുള്ളത്. നിങ്ങൾക്കൊരു രോഗമുണ്ടെങ്കിൽ അത് എങ്ങനെ മെൻഷൻ ചെയ്യണമെന്നും, നിങ്ങൾക്ക് എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കാണിക്കണമെന്നും, കഴിക്കുന്ന മരുന്നുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏത് പോളിസിയാണ് ഉചിതമെന്നും ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഏജന്റിന് അറിയാൻ കഴിയുന്നതാണ്. മാത്രമല്ല, ഇവിടെ നിരവധി ക്വസ്റ്റിനെയർ ഉണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ നിങ്ങളുടെ ക്ലെയിമിനെ ബാധിച്ചിരിക്കും. പലപ്പോഴും ആളുകൾ ഇപ്പോൾ ഇൻഷുറൻസ് മൊറട്ടോറിയത്തെ കുറിച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പലരും പറയാറുണ്ട്, മുമ്പ് 8 വർഷമായിരുന്നല്ലോ മൊറട്ടോറിയം, ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു വിധത്തിലും നമ്മുടെ ക്ലെയിം ഡിനേ ചെയ്യില്ല എന്ന്. അങ്ങനെയല്ല, കമ്പനിക്ക് ഡിനേ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് 5 വർഷം കഴിഞ്ഞാലും. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് കൂടുതൽ ഡിസ്കൗണ്ടുകൾ ഓൺലൈൻ വെബ്സൈറ്റുകൾ നൽകുന്നതെന്ന്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് മേക്ക് ഇറ്റ് സീൻ, അതായത് തോന്നിപ്പിക്കുക. ഓൺലൈൻ പോളിസി എടുക്കുന്ന 90% ആളുകളും ഡീറ്റെയിൽ എല്ലാം വായിക്കാറുണ്ട്, എന്നാൽ അവ വ്യക്തമായി വായിക്കാറില്ല. ഇവിടെ ഞാനൊരു ഓൺലൈൻ വെബ്സൈറ്റിലെ ഒരു പോളിസിയുടെ ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് 3 ഓപ്ഷൻ ലഭ്യമല്ല, 2 ഓപ്ഷൻ ലഭ്യമാണ് എന്നാണ്. കാരണം അവിടെ ഗ്രീൻ ടിക്ക് ഉണ്ട്. എന്നാൽ കൺസ്യൂമബിൾസ് കവർ ഗ്രീൻ ടിക്ക് ഉണ്ടെങ്കിൽ കൂടിയും താഴെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അവൈലബിൾ ആസ് ഓപ്ഷണൽ കവർ എന്നാണ്. അതായത് ഈ കവറേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും നിങ്ങൾ പണം നൽകേണ്ടതാണ്. ഇനി നിങ്ങൾ ഏജന്റിനോട് പ്രീമിയത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ഈ ഓപ്ഷണൽ കവറിന്റെ കൂടി പ്രീമിയം ആഡ് ചെയ്താവും ഏജന്റ് പ്രീമിയം പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ഈ സ്ക്രീൻ കണ്ടിട്ട് ഏജന്റിനോട് തർക്കിക്കും, ഈ ഓപ്ഷണൽ കവർ ഓൺലൈൻ വെബ്സൈറ്റിലും ലഭ്യമാണെന്ന്. എന്നിട്ട് നിങ്ങൾ പറയും ഓൺലൈൻ വെബ്സൈറ്റിൽ 10,000-2,000 രൂപ കുറവുണ്ടെന്ന്. നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഈ സമയം തോന്നുന്നത്? ഏജന്റ് നിങ്ങളോട് കള്ളത്തരം പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഇനി മറ്റൊരു ഉദാഹരണം വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പേഴ്സണൽ ആക്സിഡന്റിൽ ഓണർ ഡ്രൈവർ എന്നത് ടിക്ക് ഇട്ടിട്ടില്ല. സാധാരണ ഓൺലൈൻ വെബ്സൈറ്റിൽ ഇത് സെപ്പറേറ്റ് ടിക്ക് ഇട്ടാലേ സെലക്ട് ആവുകയുള്ളൂ. എന്നാൽ ഏജന്റ് നിങ്ങളോട് പറയുന്ന പ്രീമിയം ഇതുകൂടി ഉൾപ്പെട്ടതാവും. എന്നാൽ IRDAയുടെ നിർദ്ദേശപ്രകാരം പോളിസി എടുക്കുന്ന സമയം ചില സാഹചര്യത്തിൽ ഒഴികെ നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഒന്നാണ് പേഴ്സണൽ ആക്സിഡന്റ് എന്നുള്ളത്. ഒരു അപകടത്തെ തുടർന്ന് ഓണർ ഡ്രൈവർ മരണപ്പെടുകയോ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ ലഭിക്കേണ്ടതാണ്. നിങ്ങൾ ചെറിയൊരു ലാഭം പ്രതീക്ഷിച്ചു പോകുമ്പോൾ നഷ്ടമാകുന്നത് ഭീമമായൊരു തുകയാണ്. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. അതാണ് TPPD അഥവാ തേർഡ് പാർട്ടി പ്രോപ്പർട്ടി ഡാമേജ്. എല്ലാവരുടെയും വിചാരം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എല്ലാം ഇൻഷുറൻസ് കമ്പനി നൽകും എന്നാണ്. നിങ്ങളുടെ വാഹനം ഇടിച്ച് മറ്റൊരാളുടെ മതിൽ ഇടിഞ്ഞു എന്ന് വിചാരിക്കുക. സാധാരണഗതിയിൽ ഇൻഷുറൻസ് കമ്പനി ഇതിനായി 7.5 ലക്ഷം രൂപ വരെ നൽകുന്നതാണ്. എന്നാൽ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ പ്രീമിയം കുറയ്ക്കുന്നതിനു വേണ്ടി 7.5 ലക്ഷം രൂപ ലഭിക്കുന്നിടത്ത് 6,000 രൂപയാക്കി ചുരുക്കാനും കഴിയുന്നതാണ്. ഇവിടെയും നിങ്ങൾ ആരെയാണ് കുറ്റം പറയുക? സംശയമൊന്നും വേണ്ട, ഏജന്റിനെ തന്നെ. ഇനി ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം നമുക്ക് ബാക്കി ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇതാണ്: ഓൺലൈൻ പോളിസികളിലെ വ്യാജ പോളിസികൾ. എന്റെ കയ്യിലിരിക്കുന്നത് ഒരു പോളിസി ഡോക്യുമെന്റ് ആണ്. കുറച്ച് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേക്ക് പോളിസിയാണിത്. എന്റെ ഒരു സുഹൃത്ത് ഓൺലൈൻ പോളിസികൾ ലഭിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയ പോളിസിയാണിത്. ആ വെബ്സൈറ്റിനെ അങ്ങാടിയെന്നോ ചന്തയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. വെബ്സൈറ്റിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് യുണൈറ്റഡ് ഇന്ത്യയുടെ ഒരു പോളിസിയാണ്. ഈ പോളിസി എടുത്തിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടും പരിവാഹനിൽ ഈ പോളിസിയുടെ വിശദ വിവരങ്ങളൊന്നും അപ്ഡേറ്റ് ആയിട്ടിരുന്നില്ല. അപ്പോൾ വിചാരിച്ചത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കുമെന്നാണ്. അങ്ങനെ ഈ വാഹനം വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വാങ്ങുന്നയാൾ ഒരു വാഹന ഡീലർ ആയിരുന്നു. അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു പരിവാഹനിൽ അപ്ഡേറ്റ് ചെയ്യാതെ ഇതിന്റെ നെയിം ട്രാൻസ്ഫർ സാധ്യമല്ല എന്ന്. അങ്ങനെ ഇതുമായിട്ട് ഓൺലൈൻ വെബ്സൈറ്റിനെ ബന്ധപ്പെട്ടു. അപ്പോൾ അവരും പറഞ്ഞു ഇത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കുമെന്ന്. അങ്ങനെ ഇവിടെ ഒരു QR കോഡ് നിങ്ങൾക്ക് കാണാം. ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. QR കോഡ് സ്കാൻ ചെയ്തപ്പോഴും ഡീറ്റെയിൽസ് എല്ലാം അതിൽ തന്നെ അപ്ഡേറ്റഡ് ആണ്. അങ്ങനെ ഈ ഇൻഷുറൻസിന്റെ കോപ്പി ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ട് കാണിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ ഒരു പോളിസി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ല എന്ന്. അങ്ങനെ കമ്പനിക്ക് കുറെ നാൾ ഫോൺ വിളിക്കുകയും പിന്നീട് കുറെ മെയിലുകളൊക്കെ അയച്ചതിന് ശേഷം ഏകദേശം 6 മാസം ആയപ്പോഴേക്കും അവർ ആ തുക മടക്കി തന്നു. ഈ തുക മടക്കി തരുന്നതിന് മുമ്പേ തന്നെ മറ്റൊരു പോളിസി അദ്ദേഹം എടുത്തിരുന്നു. ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം, ഈ വാഹനം ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് പണം നൽകും? അതുപോട്ടെ, അത് ചിലപ്പോൾ 3-4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് നികത്താമായിരിക്കും. എന്നാൽ ഈ വാഹനം ഇടിച്ച് ഒരാൾ മരിച്ചിരുന്നെങ്കിലോ?
അതൊരു പക്ഷേ 3-4 കോടി രൂപയാകാം. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഓൺലൈനായോ ഓഫ്ലൈനായോ എങ്ങനെയാണെങ്കിലും ഒരു വാഹനത്തിന്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിവാഹനുമായും അതുപോലെ തന്നെ ആ കമ്പനിയുടെ വെബ്സൈറ്റായും ഒത്തുനോക്കേണ്ടതാണ്. ഒരു വാഹന ഇൻഷുറൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒത്തുനോക്കാം. എന്നാൽ നിങ്ങൾ എടുക്കുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസോ ടേം പ്ലാനോ അല്ലെങ്കിൽ ഒരു സേവിങ്സ് പ്ലാനോ ആണെങ്കിൽ അതിന്റെ വിവരങ്ങൾ അറിയുന്നതിന് ചിലപ്പോൾ വർഷങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു ടേം ഇൻഷുറൻസ് ആയിരുന്നു. ഇത് നമ്മൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ഏതായാലും ആ വ്യക്തി മരിക്കുന്ന സമയത്ത് മാത്രമേ ഇതേക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ നോമിനി എന്ത് ചെയ്യും? ഇവിടെ ഒരു പോളിസി തന്നെ ഫേക്ക് നൽകാമെങ്കിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനോ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനോ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നതിനോ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് കഴിയുന്നതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഓൺലൈനായി മാത്രമേ പോളിസി എടുക്കൂ എന്ന്. ഞാൻ നിങ്ങളെ എതിർക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ ഡയറക്റ്റ് വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഇവിടെയെങ്കിലും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങൾ ഓൺലൈനിലൂടെ തന്നെയാണ് വാങ്ങുന്നതെങ്കിൽ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും മാത്രം വാങ്ങുക. ഉദാഹരണം, HDFC ഇർഗോയുടെ ഒരു പോളിസിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ HDFC ഇർഗോയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുക. അഥവാ ഇനി സ്റ്റാർ ഹെൽത്തിന്റെ ഒരു പോളിസിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സ്റ്റാർ ഹെൽത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും വാങ്ങുക. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും വാങ്ങിയാൽ നിങ്ങൾക്ക് ചതികളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ സർവീസ് എന്നുള്ളത് ഒരു ഘടകം തന്നെയായിരിക്കും. ഇനി നമ്മൾ സംസാരിക്കുന്നത് സർവീസിനെ കുറിച്ചാണ്. ഏജന്റിന്റെ മുഖേന ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ സർവീസ് ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഞാനിവിടെ പറയുന്നത് ഏജന്റിന്റെ സർവീസിനെ കുറിച്ചല്ല, കമ്പനികളിൽ നിന്നും ലഭിക്കുന്ന സർവീസിനെ കുറിച്ചാണ്. നിങ്ങൾ ഇതുപോലത്തെ ഓൺലൈൻ പോളിസികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ പോളിസി ഇഷ്യൂ ചെയ്ത ഓഫീസിന്റെ അഡ്രസ്സ് ഒന്ന് നോക്കുക. ഇത് പലപ്പോഴും ഡൽഹി, ബോംബെ, ചെന്നൈ, ഹരിയാന എന്നിങ്ങനെയുള്ള അഡ്രസ്സുകളായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും അതിനെന്താ, എവിടെ ആയാലും എന്താ, എല്ലാം ഒരു കമ്പനി തന്നെയല്ലേ എന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. കോർപ്പറേറ്റ് കമ്പനികളെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കോർപ്പറേറ്റ് കമ്പനികളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഓരോരോ ഹെഡുകളായിരിക്കും. ഇതിലെ സ്റ്റാഫുകൾ തമ്മിൽ പലരും അറിയുകയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കോമ്പറ്റീഷനിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്ത പോളിസി മറ്റ് ഡിപ്പാർട്ട്മെന്റ് അക്സെപ്റ്റ് ചെയ്യാറുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു പ്രസ്ഥാനം പോലെ കോർപ്പറേറ്റ് കമ്പനികളെ കാണരുത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, ഓരോ സംസ്ഥാനത്തും ഓരോ ഹെഡായിരിക്കും. പലപ്പോഴും കേരളത്തിലുള്ളവരും ഡൽഹിയിലുള്ളവരും തമ്മിൽ യാതൊരുവിധ ബന്ധവും കമ്പനിയിൽ ഉണ്ടാവുകയില്ല. ഞാൻ വിവിധ കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതെനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, ഈ ഫേക്ക് പോളിസിയുടെ കാര്യത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഫേക്ക് പോളിസിയുമായി അദ്ദേഹത്തിന്റെ ഒപ്പം ഓഫീസിൽ പോയപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ആ കമ്പനിയിൽ വിവിധ പോളിസികൾ ചെയ്യുന്ന ആളായിരുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഓൺലൈൻ പോളിസി അല്ലേ, പിന്നെ നമ്മൾ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത് എന്നാണ്. മാത്രമല്ല, അവർ പറഞ്ഞത് ഓൺലൈൻ വെബ്സൈറ്റിലൂടെ എടുത്ത പോളിസി ആണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്, അതുമായി അവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ്. അവർ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ്: ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഓഫീസുകളും ഓഫ്ലൈൻ ബിസിനസ് ചെയ്യുന്ന ഓഫീസുകളും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന ഓഫീസുകൾ ഇത്തരം ഓൺലൈൻ പോളിസികൾക്ക് സർവീസ് നൽകാത്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബെനിഫിറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ സർവീസ് നൽകാറുണ്ടോ? ഒരുപക്ഷെ 1-2 വട്ടം നമ്മൾ ചെയ്യുമായിരിക്കും. പക്ഷെ സ്ഥിരമായാൽ നമ്മളത് തിരിഞ്ഞു നോക്കുമോ? ഇവിടെയാണ് ഒരു ഏജന്റിന്റെ പ്രസക്തി. ഒരു ഏജന്റ് വീട്ടിലിരുന്ന് ജോലി ചെയ്താലോ അല്ലെങ്കിൽ ഒരു ചെറിയ പോർട്ടൽ ഓഫീസ് ഇട്ട് ജോലി ചെയ്താലോ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു കമ്മീഷൻ ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ അദ്ദേഹം പോളിസി കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന ഒരു ഇൻകം നമ്മുടെ നാട്ടിലുള്ള ഓഫീസിനും ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഓഫീസുകളെല്ലാം തന്നെ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ഓഫീസുകളെല്ലാം ഏജന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോഴും നിങ്ങളൊന്ന് ചിന്തിക്കും, എന്റെ കയ്യിൽ നിന്നും ഏജന്റിന് കമ്മീഷൻ പോകുമല്ലോ എന്ന്. നിങ്ങളുടെ കയ്യിൽ നിന്ന് യാതൊരുവിധ കമ്മീഷനും ഏജന്റിന് പോകുന്നില്ല. അത് കമ്പനിയും ഏജന്റും തമ്മിലുള്ള ഡീലിംഗ് ആണ്. ഇനി ഞാൻ പറയുന്ന കാര്യം അത്ര പ്രധാനപ്പെട്ടതല്ല, പക്ഷെ പ്രസക്തമാണ്. അതാണ് മാനുഷിക പരിഗണന. നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്ക് വിവിധ പ്രകൃതിക്ഷോഭങ്ങളും വൈറസ് ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ നമ്മുടെ നാട്ടിലെ തന്നെ ജനങ്ങളാണ് മുൻകൈയെടുത്തത്. അവിടെ കോർപ്പറേറ്റ് കമ്പനികളല്ല ഈ പറയുന്ന ആളുകളെ ആരെയും സഹായിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കോട്ടയം, പാല സൈഡിലൊക്കെ റബ്ബറിന് വിലയിടിഞ്ഞപ്പോൾ ആളുകളെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? റബ്ബറിൽ നിന്നും പൈസ കിട്ടുന്നത് കുറച്ച് ആളുകൾക്കായിരിക്കും, പക്ഷേ അവിടെ നാട്ടിലെ പൈസയുടെ റോളിംഗ് കുറയുകയാണ് ഉണ്ടായത്. നിങ്ങളൊരു ഏജന്റിന് ബിസിനസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തുക അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ കമ്പനിക്ക് ലഭിക്കുമ്പോൾ ആ തുക നമ്മുടെ നാട്ടിൽ തന്നെയാണ് കറങ്ങിത്തിരിയുന്നത്. അതായത് നമ്മുടെ പക്കൽ തന്നെയാണ് ആ തുക എത്തിച്ചേരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതിൽ ഓൺലൈൻ പോളിസികൾ, അതുപോലെ തന്നെ ബാങ്കിങ് പോളിസികൾ, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പോളിസികൾ, ഇവയിലെല്ലാം വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഒരു കമന്റ് പറഞ്ഞത്. നമ്മുടെ വീഡിയോ ഏകദേശം തീരാറായിട്ടുണ്ട്. 1-2 ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങളൊരു ഏജന്റിനെ അല്ലെങ്കിൽ കൺസൾട്ടന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവും എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്.
എന്നുള്ളതാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ പോളിസിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, നിരവധി ഫീച്ചേഴ്സ് നമ്മുടെ പ്രീമിയത്തെ ബാധിക്കും. റൂം, കോ പേയ്മെന്റ്, സബ് ലിമിറ്റ്സ്, കൺസ്യൂമബിൾസ് എന്നിങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇത്രമാത്രം വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഏജന്റ് പറഞ്ഞ ഫീച്ചേഴ്സ് ആയിരിക്കില്ല നിങ്ങൾ ഓൺലൈൻ പോളിസിയിലൂടെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ പോലും അതിൽ വ്യത്യാസം ഉണ്ടാവും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിവാബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസിൽ കൺസ്യൂമബിൾസ് ആഡ് ചെയ്യുന്നതിന് ഒരു റൈഡർ ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഓൺലൈൻ പോളിസി എടുക്കുമ്പോഴും ആ റൈഡർ ആഡ് ചെയ്തിട്ടുണ്ടാവും, ഏജന്റിനോട് പറഞ്ഞപ്പോഴും ആ റൈഡർ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ കൺസ്യൂമബിൾസ് കവർ ചെയ്യുന്ന 2 റൈഡറുകളാണ് അത്. ഒന്ന് സേഫ് ഗാർഡ് പ്ലസ്, ഒന്ന് സേഫ് ഗാർഡ്. ഇത് രണ്ടും പ്രീമിയത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട് താനും. ഒരുപക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ സേഫ് ഗാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് സേഫ് ഗാർഡ് പ്ലസ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. മറ്റൊന്നാണ് ഇൻഷുറൻസിൽ വരുന്ന മാറ്റങ്ങൾ. ഹെൽത്ത് ഇൻഷുറൻസിന്റെ നിയമങ്ങളിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരാറുണ്ട്. നിങ്ങളൊരു ഓൺലൈൻ പോളിസിയാണ് എടുത്തതെങ്കിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നിങ്ങൾ ജോയിൻ ചെയ്തത് ഒരു മികച്ച ഏജന്റിൽ നിന്നാണെങ്കിൽ എന്തെല്ലാമാണ് പുതിയ മാറ്റങ്ങളെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ പോളിസിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്നും അദ്ദേഹം ഉപദേശിക്കുന്നതാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു കമ്പനി വെബ്സൈറ്റിനോ ഓൺലൈൻ വെബ്സൈറ്റ് എന്തിന് ഒരു സാധാരണ ഏജന്റിന് പോലും ലഭിക്കാത്ത ഒന്നാണ്. അതാണ് പ്രയോറിറ്റി ഏജന്റ് എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഏത് മേഖലയിലും കഴിവുള്ളവർക്ക് ഒരു പ്രത്യേക പരിഗണന അതാത് കമ്പനികൾ നൽകാറുണ്ട്. അതുപോലെ തന്നെയാണ് കൂടുതൽ ബിസിനസ് ചെയ്യുന്നതും കുറച്ച് ക്ലെയിം റേഷ്യോ ഉള്ളതുമായ കൺസൾട്ടന്റിന് അല്ലെങ്കിൽ ഏജൻസിന് കമ്പനികൾ നൽകുന്ന പരിഗണന. സാധാരണ കമ്പനികളിൽ ഇത്തരം ഏജന്റിന്റെ ക്ലെയിമുകൾ റിജക്ട് ചെയ്യുന്നത് തന്നെ വളരെ കുറവായിരിക്കും. കാരണം ആ ഏജന്റ് സത്യസന്ധമായി മാത്രമേ പോളിസി നൽകൂ എന്ന ബോധ്യം ഇൻഷുറൻസ് കമ്പനിക്കുണ്ട്. അതിനാണ് ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിം റേഷ്യോ അദ്ദേഹത്തിന്റെ നോക്കുന്നത്. അതുമാത്രമല്ല, ആ ഏജന്റിന്റെ കസ്റ്റമറുടെ ക്ലെയിമിന് എന്തെങ്കിലും ഡിലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ പരിഹരിക്കുന്നതാണ്. കാരണം അത്തരം ഒരു ഏജന്റിനെ പിണക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ മുതിരില്ല. ഇവിടെ മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു ഓൺലൈൻ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനോ പിന്നീട് ഒരാളെ ആഡ് ചെയ്യുന്നതിനോ റിമൂവ് ചെയ്യുന്നതിനോ പ്രായോഗിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിട്ടേക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗമുള്ള ആളാണെങ്കിൽ ആ രോഗവിവരം നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ വ്യക്തമായി തന്നെ ബോധിപ്പിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പോളിസി ലഭിക്കുന്നതാണ്, പക്ഷേ നിങ്ങൾക്ക് ഭാവിയിൽ ക്ലെയിം ഉണ്ടാവുന്ന സമയത്ത് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഓൺലൈൻ പോളിസികളിൽ നിങ്ങൾ തന്നെയാണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലെയിം റിജക്ഷൻ ചെയ്യാനും അതുപോലെ തന്നെ പോളിസി ടെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയേറെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഓൺലൈൻ പോളിസിയിൽ നിങ്ങൾ രോഗവിവരങ്ങൾ വളരെ വ്യക്തമായി കൊടുക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ പോളിസി പെട്ടെന്ന് ഇഷ്യൂൻസ് ആവും. എന്നാൽ ഒരു ഏജന്റ് മുഖേന എടുക്കുമ്പോൾ അദ്ദേഹം എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പോളിസി എടുക്കുമ്പോഴുള്ള ഈ കാലതാമസം എന്ന് പറയുന്നത്. നിങ്ങളുടെ രോഗവിവരങ്ങൾ വേണമെങ്കിൽ കുറച്ച് കാണിച്ചുകൊണ്ട് ഒരു ഏജന്റിന് പോളിസി പെട്ടെന്ന് ഇഷ്യൂൻസ് ആക്കി തരാവുന്നതാണ്. പക്ഷേ അദ്ദേഹം ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാലതാമസത്തിനായി കാത്തിരിക്കുന്നത്. നിങ്ങൾ ഓൺലൈൻ പോളിസി എടുക്കുന്നതിനോട് എതിരുള്ള ഒരാളല്ല, നിങ്ങളാണ് അതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്, ഒരിക്കലും ഞാനല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ആധാരം എഴുതാൻ ഓൺലൈനായി നമുക്ക് കഴിയുന്നതാണ്. പക്ഷെ കേരളത്തിൽ എത്രയോ വർഷങ്ങളായി ഈ വെബ്സൈറ്റ് വന്നിട്ട് 100-200 ആളുകൾ മാത്രമേ ഇതുവരെ ഓൺലൈനായി ആധാരം ചെയ്തിട്ടുള്ളൂ. ഇവർക്ക് മലയാളം വായിക്കാൻ അറിയാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല, ഒരു തെറ്റുണ്ടാവുമോ എന്നുള്ള പേടിയാണ്. അതുപോലെ തന്നെയാണ് ഇൻഷുറൻസ് എടുക്കുമ്പോഴും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. നിങ്ങളൊരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്നും ഡയറക്റ്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, നോളജ്, സർവീസ് എന്നിവയെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അമ്മാവൻ, അയൽക്കാരൻ, നാട്ടുകാരൻ എന്നീ പരിഗണന നിങ്ങൾ പോളിസി എടുക്കുമ്പോൾ ഒരിക്കലും നൽകരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരുടെ അടുത്ത് എടുക്കരുത് എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ ഒരു നീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം നല്ല അറിവുണ്ട്. ഒരു ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്ലെയിം റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നെല്ലാം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തേർഡ് പാർട്ടി ഓൺലൈൻ വെബ്സൈറ്റുകൾ നോക്കാതെ കമ്പനിയുടെ ഡയറക്റ്റ് വെബ്സൈറ്റ് തന്നെ തിരഞ്ഞെടുക്കുക. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. എല്ലാം അറിയാവുന്ന നിങ്ങൾ ഒരു ഗുരുതര രോഗത്തെ തുടർന്ന് ആശുപത്രിയിലാണെങ്കിൽ ആരിതിന്റെ പുറകെ നടക്കും എന്നുള്ളത്. ഈ വീഡിയോയ്ക്ക് താഴെ പല കമന്റുകളും കണ്ടേക്കാം. ഓൺലൈനിൽ നിന്നും ഞാൻ പോളിസി എടുത്തു, എനിക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിൽ നിന്നും ഞാൻ പോളിസി ഒന്നും നോക്കാതെ തന്നെ എടുത്തു, എനിക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നെല്ലാം. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി പറയുകയാണ്. 80% പോളിസികൾക്കും ആരുടെയും ആവശ്യമില്ല. പക്ഷെ ബാക്കി 20% അത് നിങ്ങൾ തീരുമാനിക്കണം.